വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കും. സംസ്ഥാന നേതൃത്വം നടത്തിയ ചർച്ചയിൽ മുരളീധരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു. മുരളീധരനുമായി സംസാരിച്ചിരുന്നുവെന്നും മുരളിയാണെങ്കിൽ അനായാസം ജയിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കാസർഗോഡ് പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ഉണ്ണി, ഏകദേശം ധാരണയായി, ഇനി തീരുമാനം പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഗോപി, തീർച്ചയായും ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് മുരളീധരനുമായി സംസാരിച്ചിരിക്കുന്നു, അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ഇനിയിപ്പോൾ യോഗം ചേരണമെന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പരിഗണനയ്ക്കായി ഈ പേരുകൾ പോകും. വയനാട് ടി സിദ്ദിഖ്, വടകരയിൽ കെ മുരളീധരൻ, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, ഒപ്പം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, 4 മണ്ഡലങ്ങളിലേക്കുമുള്ള പേരുകളിൽ തീരുമാനമായിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുകയും മുരളീധരൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തർക്കത്തിന്റെ വിഷയങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് വടകരയിൽ കിട്ടിയിരിക്കുന്നത് എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. തുടക്കത്തിൽ അവിടെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. മുല്ലപ്പള്ളി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ രണ്ടാം നിരയിലുള്ള നേതാക്കളുടെ പേരുകളാണ് വന്നിരുന്നത്. പ്രവീൺ കുമാർ, സജീവ് മാറോളി, വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങിയ പേരുകൾ വന്നു. പക്ഷേ പി ജയരാജനെതിരെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥികൾ മതിയാകില്ല എന്ന അഭിപ്രായം പ്രാദേശികമായി മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരമായി രൂപപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആര് വരും വടകരയിൽ എന്ന ചോദ്യം ഇന്നലെയും ഇന്നുമായി ഉയർന്നിരുന്നത്. മുല്ലപ്പള്ളിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ കെ മുരളീധരനെ അതിനൊടുവിൽ സമ്മതിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇതിനൊരു പ്രശ്ന പരിഹാരമായിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ മുരളീധരനെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരുന്നു. നിലവിൽ വട്ടിയൂർക്കാവിൽ നിന്നുള്ള സിറ്റിംഗ് MLA കൂടിയാണ് കെ മുരളീധരൻ. അദ്ദേഹം തുടക്കം മുതൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. വയനാട് മത്സരിക്കുന്നതിനായി അദ്ദേഹം രേഖാമൂലം തന്നെ തന്റെ പേര് KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ വയനാട് മുരളീധരനെ പോലൊരു സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട സാഹചര്യമില്ല എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തി. കാരണം വയനാട് ഒരു ഷുവർ സീറ്റാണ്. അവിടെ മുരളീധരൻ സംസാരിക്കുകയാണ് പൊതുപരിപാടിയിൽ തത്സമയം. അത് പ്രളയാക്കിയത് സംസ്ഥാന സർക്കാർ ഡാമൊക്കെ തുറന്നു വിട്ടു. എല്ലാം നശിച്ച കർഷകർക്ക് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ 2 ദിവസം മുമ്പല്ലേ മൊറട്ടോറിയം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഒന്ന് കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നതും മൊറട്ടോറിയമായിട്ട് വ്യത്യാസമുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. മൊറട്ടോറിയത്തിന് അതുവരെയുള്ള പലിശ കൊടുക്കണം. ഡിസംബർ വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞാൽ ഡിസംബർ വരെയുള്ള പലിശ കൊടുക്കണ്ടേ? ഇന്നത്തെ ഇപ്പൊ അറിയിപ്പ് 48 മണിക്കൂറിനകം സാധാരണ ക്യാബിനറ്റ് കഴിഞ്ഞാൽ അത് ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ഇഷ്യൂ ചെയ്യാത്തതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ആ തീരുമാനത്തിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ പറഞ്ഞത് എന്റെ വകുപ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, 48 മണിക്കൂറിനകം ഉത്തരവ് ഇറക്കാത്തത് ചീഫ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ചീഫ് സെക്രട്ടറിയെ കുറ്റപ്പെടുത്തി. അതിപ്പോ ചീഫ് സെക്രട്ടറി അങ്ങനെ മനഃപൂർവ്വം ചെയ്യും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നല്ല വിശ്വസനല്ലേ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു കാണും സംഭവം കൊടുക്കാൻ കാശില്ല, മൊറട്ടോറിയം നമുക്ക് പ്രഖ്യാപിക്കാൻ, നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ കർഷകരെ പറ്റിക്കുകയല്ലേ, ചതിക്കുകയല്ലേ. അതുപോലെ തന്നെ പശുക്കൾ ചത്തു, കന്നുകാലികളവിടെ ചത്തു. ചത്ത കന്നുകാലികൾക്ക് എത്ര കോമ്പൻസേഷൻ കൊടുത്തത്? ഇപ്പോ ക്ഷീര കർഷകരുണ്ടെങ്കിൽ അറിയാം, നന്നായിട്ട് കറക്കുന്ന ഒരു പശുവിന് 75,000 രൂപയാണ് വില. ഈ സർക്കാർ കൊടുത്തത് 13,000 രൂപയാണ്. മാത്രമല്ല 3 പശുക്കളിൽ കൂടെ ചത്താൻ കാശില്ല. ഇനിയിപ്പോൾ പ്രളയം വരുമ്പോൾ നമ്മൾ പറയണം പ്രളയത്തിനോട് 3 പശുക്കളെ വില കൊല്ലരുത്, എനിക്ക് 10 പശുവുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. പിന്നെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയ സംഭവം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിഞ്ഞ 3 വർഷത്തെ പിണറായി ഭരണവും 5 വർഷത്തെ വടകരയിലെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിക്കുന്നു. ഇനി പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാവും എന്നും മനസ്സിലാക്കുന്നു. മുല്ലപ്പള്ളിയുടെ വാക്കനുസരിച്ച് സതീഷ് കൂടി ചേരുന്നു. സതീഷ്, മുരളീധരൻ എത്തുന്നതോടുകൂടി പോരാട്ടം കടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പ്. എങ്ങനെയാണ് മുരളീധരനിലേക്ക് എത്തിയത്? ഗോപി, എന്തായാലും കേരളം കാത്തിരുന്ന ഒരു മത്സരം, അല്ലെങ്കിൽ കേരളത്തിൽ വടകരയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന ഒരു ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്ന ഒന്നായിരുന്നു. എന്തായാലും അതിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, ഒരുപക്ഷെ കോൺഗ്രസിന് ഇന്ന് വടകരയിൽ രംഗത്തിറക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ നമുക്ക് കെ മുരളീധരനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കെ മുരളീധരൻ നിലവിൽ വട്ടിയൂർക്കാവ് MLA ആണ്. ആ MLA സ്ഥാനം
MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ നേരിടാനാണ് കരുത്തനായ K. മുരളീധരൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. കാരണം ദുർബലനായ സ്ഥാനാർത്ഥികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് മലബാർ മേഖലയിലെ കോൺഗ്രസിന്റെ മറ്റു സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത കൂടി വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു വാർത്തകളുണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് K. മുരളീധരനെ മത്സരത്തിനിറക്കാൻ ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളും, അതായത് ഗ്രൂപ്പുകൾക്കെല്ലാം അതീതമായി അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പ് മാനേജർമാരും അതിനുവേണ്ടി ശ്രമിച്ചു. അവസാനം മുരളീധരൻ അതിന് സമ്മതിച്ചു എന്ന് പറയേണ്ടി വരും. ഇനി മുരളീധരന്റെ ഒരു ചരിത്രത്തിലേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ വമ്പന്മാരെ അട്ടിമറിച്ച ഒരു ചരിത്രം 89-ൽ ഇമ്പച്ചി ബാവയെയും അതുപോലെ 91-ൽ വീരേന്ദ്രകുമാറിനെയും കോഴിക്കോട് അട്ടിമറിച്ച ഒരു ചരിത്രം. ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായും ആ മത്സരം വളരെ വാശിയേറിയ ഒന്നായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശി തരൂരും അതുപോലെ കുമ്മൻ രാജശേഖരനും തമ്മിലുള്ള വാശിയേർ C. ദിവാകരനും ഉൾപ്പെടുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്നെങ്കിൽ വടകരയിൽ അത് P. ജയരാജന് എതിരെ K. മുരളീധരൻ എത്തുന്നതോടുകൂടി തിരുവനന്തപുരത്തിനൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി വടകര മാറാൻ പോകുന്നു എന്നതാണ് പ്രധാനം. അതിനിടയിൽ ഈ കോഴിക്കോട് മേഖല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ K. മുരളീധരനുള്ള ഒരു സ്വാധീനം അത് നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ 89-ലും 91-ലും കോഴിക്കോട് നിന്ന് ജയിച്ചു. പിന്നീട് 2009-ൽ വയനാട് മണ്ഡലത്തിൽ NCP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 1 ലക്ഷം, അതായത് NCP എന്ന ഒരു കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ സ്വന്തമായ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവാണ് മലബാർ മേഖലയിൽ K. മുരളീധരൻ. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ തന്നെ ഭാഗമായ വടകര മേഖലയിൽ തീർച്ചയായും മുരളീധരന് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തീപാറുന്ന ഒരു പോരാട്ടത്തിന് വടകര സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും സതീഷ്, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDF ഉന്നയിക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ടകളിലൊന്ന് അക്രമ രാഷ്ട്രീയം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി കണ്ണൂരിലെത്തിയുള്ള സന്ദർശനം, പെരിയാർക്കുള്ള സന്ദർശനം പറഞ്ഞു വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ക്യാമ്പയിനിലൊന്നാണ്. P. ജയരാജനെതിരെയാവും ആ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി ഉയർത്തേണ്ടത്. മുരളീധരൻ ആ ക്യാമ്പയിനുമായി എത്തുമ്പോൾ സ്വാഭാവികമായും കേരളം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്യുന്നു. ഉണ്ണി കൂടി ചേരുന്നു. ഉണ്ണി, ഇനി എന്താണ് ഔദ്യോഗികമായി ചെയ്യാനുള്ളത്? ഇത് മുല്ലപ്പള്ളി വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തോടു കൂടിയാണോ പ്രഖ്യാപനം ഉണ്ടാവുക? ഗോപി, തീർച്ചയായും ഞാനിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ അവസാന വട്ട നടപടികളിലേക്ക് കടക്കുന്നു. ഈ പേരുകൾ അന്തിമമായി ഇനി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ് വരേണ്ടത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുണ്ട് ഡൽഹിക്ക് പുറത്ത്. അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉച്ചയോടുകൂടി ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് തന്നെ അക്കാര്യത്തിലുള്ള തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും രാവിലെ മുതൽ തന്നെ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം വടകരയിൽ എന്നത് സംബന്ധിച്ച്. എന്നാൽ മുരളീധരനെ അനുനയിപ്പിക്കാൻ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞിരിക്കുന്നത്. അധികം മത്സര സന്നദ്ധത അറിയിച്ചതോടുകൂടി ആ ഒരു പ്രതിസന്ധിയും അനിശ്ചിതത്വങ്ങളും ഒക്കെ തന്നെ നീങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടത്. അതിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇനി ഇല്ലാതാനും. കാരണം മറ്റു ജയശങ്കർ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ജയശങ്കർ, ഏകദേശം വടകരയിൽ തീരുമാനമായിരിക്കുന്നു K. മുരളീധരൻ. എങ്ങനെയായിരിക്കും പോരാട്ടം താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വടകരയെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അവിടെ മത്സരിക്കാൻ ഒരു നേതാവ് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ശ്രീ K. മുരളീധരൻ ധൈര്യസമേതം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. മുരളീധരൻ ഒട്ടും ചെറിയ ഒരു സ്ഥാനാർത്ഥിയല്ല, ശക്തമായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൽ നിന്ന് വളരെ ശക്തമായ അടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാം. മലബാർ മേഖലയിലുള്ള മുരളീധരന്റെ സ്വാധീനം എത്രമാത്രം പോരാട്ടത്തിൽ മുതൽക്കൂട്ടാവുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, K. മുരളീധരൻ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം കോഴിക്കോട് MP ആയിരുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും മലബാർ മേഖലയിൽ നല്ല സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. എല്ലാത്തിനും ഉപരി അദ്ദേഹം ലീഡർ K. കരുണാകരന്റെ മകനാണ്. അത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ സ്വീകാര്യതയുള്ള ആളാണ്. KPCC പ്രസിഡന്റായിരുന്ന ആളാണ്. നല്ലപോലെ ഇലക്ഷൻ സംഘടിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. ഞാൻ 2 തവണ വത്തിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ അത് കണ്ടാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും വളരെ ധീരമായൊരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഇലക്ഷൻ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അവിടെ മുരളീധരൻ പ്രസംഗിച്ച ശേഷം അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന പ്രവർത്തകരാണ് എന്ന് തോന്നുന്നു. മുദ്രാവാക്യം വിളി കേട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി മനസ്സിലാവും. ശബ്ദം കൂട്ടാം. തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അണികൾ അറിഞ്ഞു. അണികളുടെ ആവേശം തന്നെയാണ് മുദ്രാവാക്യത്തിൽ വരുന്നത്. സതീഷിലേക്ക് വന്നത്. സതീഷ്, വടകരയിൽ K. മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ ശേഷം തിരുവനന്തപുരത്ത് അണികളുടെ ആവേശമായി ആണ് കാണുന്നത്. സ്വാഭാവികമായും ഈ ഒരു ആവേശം പല രീതിയിൽ ആ മണ്ഡലത്തിലും ആ മേഖലയിലും ഗുണം ചെയ്യും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് സതീഷ്? ഗോപി, തീർച്ചയായും. കാരണം 14 സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ
നമ്മളെല്ലാം പറഞ്ഞതാണ്, ഒരു വമ്പൻ പോലും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരും ഇല്ല, അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയില്ല. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത്, ഒരു തിരിച്ചുവരവിനായി ശ്രമിക്കുന്ന സമയത്ത്, ദേശീയ തലത്തിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന സമയത്ത്, കേരളം പോലെ കോൺഗ്രസിന് ശക്തമായ അടിത്തറ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുരളീധരൻ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചോദിച്ചു, പാർട്ടിക്ക് വേണ്ടി ശക്തമായൊരു പോരാട്ടം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ അവരെ അറിയിച്ചു. വടകര നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തയ്യാറാണ് എന്നോട് ചോദിച്ചത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനും വടകരയിൽ 10 വർഷം KPC പ്രസിഡന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനും പാർട്ടി തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിർവഹിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയുള്ളൂ. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും. അവിടെ ഏറ്റവും അവസാന നിമിഷം വരെയും ഇതുവരെയും വടകരയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കിടക്കുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ, ഏറ്റവും അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. അവിടെ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിന് ഒരു വലിയ വീഴ്ചയായി കണ്ടിരുന്നു. ഒരിക്കലും വീഴ്ചയല്ല. കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അതനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകി എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വിജയപരാജയങ്ങളെ ബാധിക്കില്ല. UDF നല്ല വോട്ടോടുകൂടെ വിജയിച്ചു വരും. ഞാൻ എതിരാളി ആരാണെന്ന് നോക്കാറില്ല. മത്സരം ആശയങ്ങൾ തമ്മിലാണ്. ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടം. അതിലെ ജനാധിപത്യ മതേതര സംവിധാനത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. ഇടതുപക്ഷം ആ രീതിയിലല്ല ജനാധിപത്യത്തിനെ കാണുന്നത്. അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയും UDF ആണ്. അതെനിക്കറിയില്ല. ഇങ്ങനൊരു കാര്യം എന്നോട് രണ്ടുപേരും സൂചിപ്പിച്ചു. മുരളീധരൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നിർണായകമായൊരു ഘട്ടത്തിൽ പാർട്ടി ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടത്തിന് തയ്യാറാണ് സതീഷ്. ഗോപി, എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 16 അംഗ കോൺഗ്രസ് പട്ടിക പുറത്തിറക്കുമ്പോൾ അതിൽ ഒരു അപ്രതീക്ഷിത മുഖം പോലുമില്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷം അവരുടെ കരുത്തരായ സ്ഥാനാർത്ഥികൾ, അതുപോലെ അവർക്ക് ജയസാധ്യതയുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പോലുള്ളവരെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കരുത്തുള്ള ഒരു പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിനുള്ള മറുപടിയല്ല കോൺഗ്രസിന്റെ പട്ടിക എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ആരായിരിക്കും കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളിൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്ന ഒരു ചോദ്യം പോലും ഉയർന്നിരുന്നു. എന്തായാലും അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. വടകരയിൽ മത്സരിക്കുന്ന K മുരളീധരനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിലെ ഏറ്റവും വലിയ തുരുപ്പുചീട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ തിരുവനന്തപുരത്ത് പ്രവർത്തകരുടെ ആവേശമെന്ന് പറയുമ്പോൾ K മുരളീധരൻ മത്സരരംഗത്ത് ഇറങ്ങുന്നതോടുകൂടി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുടെ ചെയർമാൻ എന്നുള്ള അധ്യക്ഷ പദവി ആയിരുന്നു K മുരളീധരന് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രം മാറുന്നു, കളം മാറുന്നു. K മുരളീധരൻ ഈ സ്ഥാനാർത്ഥികളെ മൊത്തം, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മൊത്തം നയിക്കേണ്ട ഒരു ചുമതലയിലേക്ക് എത്തുന്ന ഒരവസ്ഥയെത്തുന്നു. 2001 മുതൽ 2004 വരെ KPCC അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരു സമയത്ത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വളരെ നിശ്ചിതമായ അതേ രീതിയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് K മുരളീധരൻ. അതുകൊണ്ട് തന്നെ P ജയരാജനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അത് അക്രമ രാഷ്ട്രീയം, CPM-ന്റെ അക്രമ രാഷ്ട്രീയം, P ജയരാജനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ആശയപരമായ പോരാട്ടമാണ്, എതിരാളി ആര് എന്ന് നോക്കുന്നില്ല എന്ന്. തീർച്ചയായും അക്രമ രാഷ്ട്രീയം എന്നുള്ള ഒരു വിഷയം അത് വളരെ സജീവമായി കേരളത്തിൽ സജീവ ചർച്ചയാക്കാൻ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. സതീഷ് തിരിച്ചു വരാം. ഉണ്ണി കൂടി ചേരുന്നു. ഉണ്ണി, സതീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക വെച്ച് നോക്കുമ്പോൾ ദുർബലമാണോ എന്ന പ്രതീതി ഉണ്ടായിരുന്നു. മുരളീധരൻ വരുന്നതോടുകൂടി ആ പ്രതീതി കൂടിയാണോ മാറുന്നത്? തീർച്ചയായും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ അല്ലെങ്കിൽ ഒരു ഡാമേജ് കൺട്രോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങളിലും പുറത്തും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുമൊക്കെ ചർച്ചയായിരുന്ന വിഷയം എന്തുകൊണ്ട് KPCC നേതൃത്വം ഗൃഹപാഠം ചെയ്തില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് എന്നുള്ളതായിരുന്നു. വടകരയിൽ മുല്ലപ്പള്ളി അല്ലെങ്കിൽ രണ്ടാമതൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ആ ഒരു ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഒക്കെ നീക്കിക്കൊണ്ടാണ് മുരളീധരന്റെ വരവ് ഉണ്ടാകുന്നത്. മുരളീധരൻ വരുന്നു എന്ന് പറയുന്നപ്പോൾ തന്നെ സതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകരാകെ ആവേശത്തിലാവുകയാണ്.
നീങ്ങുകയാണ്. അങ്ങനെ കോൺഗ്രസ് ക്യാമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെയും ഗ്രൂപ്പ് അധികാര വടംവലിയെ ചൊല്ലിയും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നീങ്ങുകയാണ്. ഇതൊരു വലിയ പിച്ചിങ് ആയി തന്നെ മുരളീധരന്റെ ഈ വരവ് നടക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു കരുത്തുറ്റ പോരാട്ടത്തിന് വടകരയിൽ കളമൊരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വടകരയിൽ ദുർബല സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള പേരുകളാണ് പരിഗണിച്ചിരുന്നത്. 3-4 പേരുകൾ സംസ്ഥാനത്തുള്ള പ്രമുഖ വനിതാ നേതാക്കളെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് അവരെ മത്സരിപ്പിക്കാൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഷംസീർ കൂടി ഘട്ടത്തിൽ ചേരുന്നു. ഷംസീർ, ഏതായാലും ഏറെ ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം, ഏറെ തർക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ മുരളീധരൻ വടകരയിലേക്ക് വരുന്നു. പോരാട്ടത്തെ എങ്ങനെ കാണുന്നു? വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കംഫർട്ടബിൾ മാർജിനിൽ ഇത്തവണ ജയിക്കും. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ജയിച്ച മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഞാനായിരുന്നു. ഞാൻ തോറ്റത് 3000 വോട്ടിനാണ്. അത് എനിക്കെതിരെ അപരൻ ഉൾപ്പെടെ നിർത്തി. ഞങ്ങളാണെങ്കിൽ വളരെ ജെന്റിൽ പൊളിറ്റിക്സ് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. പലതരത്തിലുള്ള അസത്യങ്ങളും അപവാദങ്ങളും കമ്മ്യൂണൽ കാർഡും ഒക്കെ ഇറക്കിയിട്ടും അവർക്ക് 3000 വോട്ടിന് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഷ്ടപ്പെട്ട വടകര മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. ഞങ്ങൾ എതിരാളിയെ ദുർബലനായി കാണുന്നില്ല. എതിരാളി ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മാർജിനിൽ ജയിക്കും. ഷംസീർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഉണ്ണി, സ്വാഭാവികമായും ഉണ്ണി പറഞ്ഞു നിർത്തിയത് ഈ മുരളീധരൻ വരുന്നതോടുകൂടിയുള്ള മൊത്തത്തിലുള്ള പട്ടികയിൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ, ഏത് സ്ഥാനാർത്ഥിയായിരിക്കും മുന്നിൽ നിന്ന് നയിക്കുക എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷം വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഈ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളെ തന്നെ തെറ്റിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം KPC അധ്യക്ഷൻ പറഞ്ഞത് എറണാകുളത്ത് KV തോമസിനെ മത്സരിപ്പിക്കുമായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ. P രാജീവ് വന്നതോടെയാണ് ആ KV തോമസിനെ മാറ്റുകയും ഹൈബിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഈ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളെ തന്നെ തെറ്റിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പോഴും കോൺഗ്രസിന് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഉന്നത നേതാക്കളില്ല എന്ന ചോദ്യമാണ് വരുന്നത്. പ്രധാനപ്പെട്ട 3 നേതാക്കൾ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് തീർത്തു പറഞ്ഞ സാഹചര്യമുണ്ടായി. ഉമ്മൻചാണ്ടിയും ഒപ്പം മുല്ലപ്പള്ളിയും KC വേണുഗോപാലും 3 പേർക്കും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും അവർ മത്സരിക്കാൻ ആകാത്തതോട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്ര കണ്ട് കരുത്തുറ്റ സ്ഥാനാർത്ഥികളില്ല. രാഷ്ട്രീയമായി മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന വിമർശനം ഉയർന്നതാണ്. അവിടെയാണ് കെ മുരളീധരൻ വരുന്നത്. കെ മുരളീധരൻ സിറ്റിംഗ് MLA ആണെങ്കിലും അധികം വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു. വയനാട് അത്ര കണ്ട് കോൺഗ്രസിന്റെ ഒരു ഷുവർ സീറ്റിൽ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നതായിരുന്നു നേതൃത്വത്തിന്റെ തുടക്കം മുതലുള്ള നിലപാട്. പക്ഷേ വടകരയിൽ മത്സരിക്കാൻ ശക്തമായ ഒരു പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, അവിടെ വലിയൊരു പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായിട്ടും അവിടെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ കെ മുരളീധരനും കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട്. താനും ഈ അഗ്നിപരീക്ഷ നേരിടാൻ തയ്യാറാണ്. മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ പ്രചാരണായുധമാകുന്ന അക്രമ രാഷ്ട്രീയത്തിൽ ഊന്നി മത്സരത്തെ നേരിടുന്നതിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ നേതാവ് കൂടിയാണ് താൻ. അതും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സന്നദ്ധനായ നേതാവ് എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ നൽകുന്നത്. തീർച്ചയായും ഉണ്ണി, സതീഷ്, അത് തന്നെയാണ് ഏറ്റവും വിഷയം. നിർണായകമായ ഘട്ടത്തിൽ ശക്തമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള മുരളീധരൻ, തയ്യാറായി സ്വയം വന്ന മുരളീധരൻ, കേരള രാഷ്ട്രീയത്തിൽ മുരളീധരന്റെ ഈ മൂവ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുരളീധരന്റെ ഈ മൂവ് അദ്ദേഹത്തിന് ഭാവിയിൽ നൽകുന്ന ഇമേജുകൾ എന്തൊക്കെയായിരിക്കും? ഗോപി, എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കാൻ ഏത് നേതാവുണ്ട് എന്ന ഒരു ചോദ്യത്തിന് കെ മുരളീധരൻ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിൽ കോൺഗ്രസിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പദവി, അത് ആ പ്രതിച്ഛായ വലിയ തോതിൽ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രമുഖരായ, ഉണ്ണി പറഞ്ഞതുപോലെ പ്രമുഖരായ ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യവും അദ്ദേഹം അംഗീകരിച്ചില്ല. VM സുധീരൻ, KC വേണുഗോപാൽ, ഈ 4 പ്രമുഖരെ മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മത്സരം എന്നത് ഒരു സീറ്റ് പോലും പ്രധാനമാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ പ്രമുഖരായ നേതാക്കൾ മടിച്ചു നിന്നപ്പോൾ അവിടേക്ക് ഒരു MLA ആയിരുന്നിട്ടും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ അദ്ദേഹം ഒരുപക്ഷെ, ഇനി നമ്മൾ അല്പം ചരിത്രം കൂടി നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി DIC രൂപീകരിച്ച് അന്ന് സോണിയ കുടുംബവുമായി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഗാന്ധി കുടുംബവുമായും ഹൈക്കമാൻഡുമായുമെല്ലാം വളരെ അകൽച്ചയിലേക്ക് പോയ 2004 വരെ കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുകയും അതിനുശേഷം ഏതാണ്ട് 6 വർഷത്തോളം കോൺഗ്രസിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ആ രീതിയിൽ നിന്ന് 2010 വീണ്ടും പാർട്ടിയിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെയും എല്ലാം കൃത്യമായി ഒരു ഗുഡ് ബുക്കിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കെ കരുണാകരന്റെ മകൻ എന്നുള്ള ഒരു ലേബൽ, അത് തീർച്ചയായും താഴെത്തട്ടിൽ അണികൾക്കിടയിൽ, ഐ ഗ്രൂപ്പിന്റെ മാത്രമല്ല എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും വലിയൊരു വികാരമായി ഉണ്ടാകും. അതിന് കുറച്ചുകൂടി ഒരു വലിയ തോതിലേക്ക് എത്തിക്കാൻ കെ മുരളീധരന്റെ ഇന്നത്തെ ഈ തീരുമാനം ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
തീർച്ചയായും സതീഷ് പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും ഒളിച്ചോടുകയാണോ പലരും എന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പലരും പേടിക്കുകയാണോ എന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് മുരളീധരൻ എത്തുന്നത്. ഏതായാലും മുരളീധരൻ എത്തുന്നു. ഇപ്പോൾ പട്ടിക ഏകദേശം പൂർണ്ണമാവുന്നു. കോൺഗ്രസ് സാധാരണ രീതിയിൽ വൈകി തന്നെയാണ് പ്രഖ്യാപിക്കാറ്. ഈ വൈകൽ പ്രചാരണത്തിന് തടസ്സമാവില്ല എന്നവർ പറയാറുമുണ്ട്. അപ്പോൾ മുല്ലപ്പള്ളി എന്നെ അല്പം പറഞ്ഞു പോലെ. എന്നിരുന്നാൽ തന്നെയും ഒടുവിൽ ചിത്രം ഏകദേശം വ്യക്തമാവുന്നു. എങ്ങനെ വിലയിരുത്തുന്നു സതീഷ് ഈ രണ്ട് പട്ടികകളെയും? ഗോപി, എന്തായാലും ഇരു മുന്നണികളും, അതായത് BJPയുടെ പട്ടിക ഇന്ന് വൈകിട്ട് 5:30 ചേരുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പരിഗണിക്കുന്നതേയുള്ളൂ. എന്തായാലും കോൺഗ്രസിന്റെയും അതുപോലെ UDFന്റെയും LDFന്റെയും പട്ടികകൾ പുറത്തു വന്നിരിക്കുന്നു. പ്രമുഖരായ നേതാക്കൾ LDF ആദ്യം ഈ നേരത്തെ ഫെബ്രുവരി 20 സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നതെങ്കിലും അത് അവസാന നിമിഷം വരെ നീണ്ടു. വടകര എന്നുള്ള ഒരു മണ്ഡലത്തിൽ തട്ടി അത് നീണ്ടു. എന്തായാലും വളരെ വാശിയേറിയ ചില മത്സരങ്ങൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ, സിറ്റിംഗ് MP ശശി തരൂർ, ഓരോ മണ്ഡലങ്ങളിലേക്കായി വരാം. ഇപ്പൊ ഏകദേശം ചിത്രം വ്യക്തമാണ്. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, വടകരയിൽ മുരളീധരൻ വരുന്നു. പോരാട്ടം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു. മുരളീധരന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ഇലക്ഷനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ്, അല്ലെങ്കിൽ ഗുണകരമാവും കോൺഗ്രസിനെന്നാണ് താങ്കൾ കരുതുന്നത്? കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് അങ്ങേയറ്റം പ്രയോജനപ്രദമാണ്. ഇതുവരെ ഈ ദിവസങ്ങളിലൊക്കെയും ആടിക്കളിച്ച കോൺഗ്രസ് നേതൃത്വം അവസാനം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം കൂടിയുണ്ട് അതിന്റെ പിന്നിൽ. കോൺഗ്രസ് നേതൃത്വത്തിനെ ഇന്ന് ആശ്വസിക്കാം. കെ മുരളീധരനെ പോലെ ഒരു ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥിയെ വടകരയിൽ പി ജയരാജനെതിരെ മത്സരിക്കാൻ നിർത്തിയതിൽ തീർച്ചയായിട്ടും അത് വലിയ രാഷ്ട്രീയമാണ്. ഭയങ്കരമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതുവരെയുള്ള നാണക്കേടൊക്കെ കളഞ്ഞിട്ട് ഇത് അങ്ങേയറ്റം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ ശേഷിയുണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ ശേഷിയുണ്ട്, പക്ഷെ കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുന്നത് ഗ്രൂപ്പ് വഴക്കാണ്. ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടത്തുമ്പോൾ കോൺഗ്രസിന്റെ പൊതു താല്പര്യങ്ങളും പൊതുവായ ലക്ഷ്യങ്ങളും പൊതുവായ നിലപാടുകളും വിലയിരുത്തപ്പെടുകയായിരുന്നു ഇതുവരെ. ഇന്നിപ്പോൾ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട പരാജയങ്ങൾ, നേരിട്ട വെല്ലുവിളികൾ, നേരിട്ട മാധ്യമങ്ങളിൽ നിന്നും ഒക്കെയും പൊതുസമൂഹത്തിൽ നിന്നും നേരിട്ട അപഹാസ്യപരമായ കാര്യങ്ങൾ എല്ലാം കോൺഗ്രസ് അതിജീവിച്ചിരിക്കുന്നു. ഇന്നത് വീണ്ടും നേർവഴിക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു കാര്യം കൂടി, ഇപ്പോൾ മുരളീധരൻ ഈ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ഒരു നിർണായക ഘട്ടത്തിൽ, കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പോലും പാർട്ടിക്ക് ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ മറ്റു പലരും ഒളിച്ചോടിയപ്പോഴും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടിയായി ഭാവിയിൽ മുരളീധരൻ മാറില്ലേ? അതെ, ഇന്ന് കേരളത്തിൽ ഒരു താരപദവിയിലേക്ക് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. ഇപ്പൊ അതാണ് എന്റെ പ്രധാനം. മുരളീധരൻ ഈ കോൺഗ്രസിന്റെ അകത്തെ ആൾക്കാർ തന്നെയാണ് ഒരു കാലത്ത് മുരളീധരനെ 90കളിലൊക്കെ മുരളീധരനെ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പേരിട്ട് വിളിച്ചത്. ആന്റണി പക്ഷക്കാരൊക്കെയാണ്. ഞാനൊക്കെ അതൊക്കെ നേരിട്ട് കണ്ടതും നമ്മൾ അതിനകത്ത് കിടന്ന് മാധ്യമ പ്രവർത്തനം നടത്തിയ ആളുമാണ് അന്നത്തെ കാലത്ത്. പക്ഷെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കെ മുരളീധരൻ ലോക്സഭാ അംഗമായ ശേഷം അദ്ദേഹം പതുക്കെ ഒരു ഇരുത്തം വന്ന നേതാവായിട്ട് വളരുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് DIC എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാളിച്ചകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ സംസാരം പലപ്പോഴും അദ്ദേഹത്തെ അപകടത്തിലാക്കി. അതിൽ നിന്നൊക്കെ നേരിട്ട് കുറെ വർഷങ്ങളായി. ഇത് KPCC അധ്യക്ഷനായപ്പോൾ 2001 KPCC അധ്യക്ഷനായപ്പോൾ കെ മുരളീധരനുണ്ടല്ലോ, എന്ത് മികവുള്ള ഒരു KPCC അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം മികച്ചൊരു അധ്യക്ഷൻ. എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം, KPCC ഫണ്ട് പിരിക്കാനും അതിന് കെട്ടിടം ഉണ്ടാക്കാനും നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അതിൽ അദ്ദേഹം വിജയിച്ചു. സർവോപരി അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുമായിട്ട് പഴയ കരുണാകരൻ ആന്റണി വഴക്കിന്റെ ഒക്കെ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുമായിട്ട് അങ്ങേയറ്റം യോജിപ്പോടെ പ്രവർത്തിച്ച ഒരു KPCC അധ്യക്ഷനായിരുന്നു കെ മുരളീധരൻ. കേരളത്തിൽ അങ്ങനെ കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിയും ഒന്നിച്ച് ചേർന്ന് പോകുക എന്നുള്ളത് അപൂർവമായ കാര്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരൻ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുമായിട്ട് അങ്ങേയറ്റം യോജിപ്പിൽ പ്രവർത്തിച്ചത്. അത് മുരളീധരന്റെ ഗ്രാഫ് വളരെ ഉയർത്തി. ലോക്സഭാ അംഗം എന്ന നിലയിലും നിയമസഭാ അംഗം എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം ഉന്നതമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. പക്ഷേ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ അദ്ദേഹത്തിന് മന്ത്രിയാക്കാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പ് വഴക്ക് തന്നെ കാരണം, ഗ്രൂപ്പിനകത്തെ ഗ്രൂപ്പ് വഴക്ക് തന്നെ കാരണം ഇതുപോലുള്ള തിരിച്ചടികളും മുരളീധരൻ നേരിട്ടു. VD സതീശനും കെ മുരളീധരനും കേരളത്തിലെ അന്നത്തെ നിയമസഭയിലെ ഏറ്റവും മികവുള്ള അംഗങ്ങളായിരുന്നുവെങ്കിലും അവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അതും കൂടി ഓർക്കണം. എന്നിട്ടിപ്പോൾ വീണ്ടും ആ മുരളീധരനാണ് കോൺഗ്രസിനെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുരളീധരന് ഒരു താരപദവി കൈവരികയാണ്.
മലബാർ ഏരിയയിൽ കോഴിക്കോട്ട് വമ്പന്മാരെ അട്ടിമറിച്ചിട്ടുള്ളതുമാണ് പണ്ട് മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം, ആ മേഖലയിലുള്ള സ്വാധീനം, അതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതെ 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 കെ മുരളീധരൻ കോഴിക്കോട്ടുകാരനാണ്. പിന്നെ കരുണാകരന്റെ ഒരു അടുത്ത തലമുറക്കാരൻ, കരുണാകരന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലും കരുണാകരന്റെ ഭക്തരുണ്ടല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ തലമുറയിലെപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ, അവർക്കൊക്കെയും മുരളീധരൻ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെയാണ്. കോഴിക്കോട്ട് പരിസര പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹം കോഴിക്കോട് MP ആയിരുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കോഴിക്കോട്ടാണ്. അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ, നല്ല സൗഹൃദം അദ്ദേഹത്തിന് കോഴിക്കോട്ടുണ്ട്. അതൊക്കെയും കോഴിക്കോട്ട് അദ്ദേഹത്തെ തുണയ്ക്കും. മറുവശത്ത് P ജയരാജൻ അങ്ങേയറ്റം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാശിയേറിയ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്ന കാര്യവും ശ്രദ്ധിക്കപ്പെടും. നന്ദി ശ്രീ ജേക്കബ് ജോറി ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ സതീഷ് കൂടി ചേരുന്നു. സതീഷ്, ശ്രീ ജേക്കബ് ജോയ് പറഞ്ഞ പോലെ ഒരു താരപരിവേഷത്തോടുകൂടിയാണ് ഇപ്പം മുരളീധരൻ നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ പട്ടിക കൂടി വരുന്നതോടുകൂടി കോൺഗ്രസിന്റെ പട്ടിക പൂർണ്ണമാവുന്നു. ആ പട്ടികയിലേക്ക് മുരളീധരൻ വരുന്നതോടുകൂടി തന്നെ പോരാട്ടത്തിന് തയ്യാറാണ് ഞങ്ങൾ എന്നൊരു സന്ദേശം അണികൾക്കും നൽകുന്നു. സതീഷ് നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി 4 പേര് കൂടി വരുന്നതോടുകൂടി പട്ടിക പൂർണ്ണമാവുന്നു. എങ്ങനെ വിലയിരുത്താം? എത്രമാത്രം ശക്തമാണ് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്? അതായിരുന്നു സതീഷ് പറഞ്ഞു തുടങ്ങിയത്. ഗോപി, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണത്തെ മത്സരം അത് കോൺഗ്രസും CPM-ഉം എല്ലാം വളരെ കാര്യമായി എടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ പ്രമുഖരെ തന്നെ മത്സരത്തിറക്കിക്കൊണ്ട് അത്തരം വാശിയേറിയ ഒരു മത്സരം. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് BJP വളരെ സജീവമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി BJP ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ സജീവമായി എത്തുമ്പോൾ തീർച്ചയായും പല മണ്ഡലങ്ങളിലും ഒരു ശക്തിയുള്ള വാശിയേറിയ ഒരു ത്രികോണ മത്സരത്തിന് വേദിയാകും. അതുകൊണ്ട് ഓരോ വോട്ടും പ്രധാനമാണ്. ആ ഓരോ വോട്ടും പ്രധാനമാകുമ്പോഴാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രതിച്ഛായ, സ്ഥാനാർത്ഥിയുടെ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം, ഇതെല്ലാം വളരെ കൃത്യമായി വിലയിരുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ 2 മുന്നണികൾ മത്സരിക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷേ ആ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രങ്ങളായിരിക്കാം അവിടെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ നിഷ്പക്ഷ വോട്ടുകൾ അത് ആർക്ക് ലഭിക്കും, ഏത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ എന്നുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഇത്ര പ്രാധാന്യമേറുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ശശി തരൂർ എന്ന സിറ്റിംഗ് MP, ശശി തരൂരിനെയാണ് കോൺഗ്രസ് ഇവിടെ രംഗത്തിറക്കുന്നത്. ശശി തരൂർ ദേശീയ തലത്തിൽ തന്നെ പ്രതിച്ഛായയുള്ള, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. ശശി തരൂരിനെ നേരിടാൻ C ദിവാകരൻ എന്ന മുൻ മന്ത്രിയെ CPI രംഗത്തിറക്കിയപ്പോൾ കുമ്മനം രാജശേഖരൻ എന്ന BJP-യുടെ മുൻ പ്രസിഡന്റിനെയും മിസോറാം ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരനെ ഗവർണർ പദവി രാജിവയ്പ്പിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്രാവശ്യം കേരളത്തിൽ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും തിരുവനന്തപുരം തലസ്ഥാന നഗരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ മണ്ഡലം ആലത്തൂർ ആണ്. ആലത്തൂരിൽ സിറ്റിംഗ് MP A സമ്പത്തും അതുപോലെ അടൂർ പ്രകാശിനെ, അവിടെ MLA കൂടിയായ അടൂർ പ്രകാശിനെ മത്സരിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കുമ്പോൾ അവിടെയും മത്സരം കടുപ്പമേറിയതാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് KN ബാലഗോപാൽ, മുൻ ജില്ലാ സെക്രട്ടറിയാണ് KN ബാലഗോപാൽ സിറ്റിംഗ് MP പ്രേമേന്ദ്രനെ നേരിടുമ്പോൾ അവിടെയും കടുത്ത ഒരു മത്സരത്തിന് തന്നെയാണ് വേദിയാവുക. ഇനി കേരളത്തിൽ നമ്മൾ എല്ലാം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന, കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF-ന്റെ സ്ഥാനാർത്ഥി വീണ ജോർജ് ആണെങ്കിൽ സിറ്റിംഗ് MP ആന്റോ ആന്റണിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായി ആര് കടന്നു വരും? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ട് ചേരുന്ന 5:30 ചേരുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 2 പേരുകൾ മാത്രമാണ് BJP-ക്ക് മുന്നിൽ നിലവിലുള്ളത്. ആ 2 പേരുകൾ, ഒന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ K സുരേന്ദ്രന്റെ പേരുകളുമാണ്. ഇതിൽ സമുദായ സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ആർക്ക്, അതായത് സുരേന്ദ്രൻ, നമ്മൾ ദേശീയ നേതാക്കളുമായി അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞത് സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്ന ശക്തമായ ഒരു വികാരം പാർട്ടി അണികൾക്കിടയിൽ BJP പ്രവർത്തകർക്കിടയിലുണ്ട്. എന്നാൽ സമുദായ ഇക്വേഷൻ, സമുദായ സമവാക്യം എന്ന് പറയുമ്പോൾ NSSന്റെ നിലപാട് എന്തായിരിക്കും എന്നതുകൂടി കണക്കിലെടുത്ത് ഇന്ന് വൈകിട്ട് അന്തിമമായ ഒരു തീരുമാനം എടുക്കും എന്നാണ്. എന്തായാലും പത്തനംതിട്ടയിൽ ശബരിമല വിഷയം വരുന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അതിനെ BJP കണക്കുകൂട്ടുന്നു. ആ രീതിയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം
കാര്യം ഉറപ്പാണ്. PC തോമസ്, മുൻ മന്ത്രി കൂടിയായ PC തോമസിനെ NDA സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്ന, അതുപോലെ CPMന്റെ ജില്ലാ സെക്രട്ടറി വാസവനെ രംഗത്തിറക്കിയിരുന്ന കോട്ടയത്തും കനത്ത മത്സരമുണ്ടാകും. എറണാകുളമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശക്തിയേറിയ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലം. അവിടെ ഹൈബി ഈഡൻ, KV തോമസിനെ മാറ്റി ഹൈബി ഈഡനെ കൊണ്ടുവന്ന് P രാജീവുമായിട്ടുള്ള ഒരു മത്സരം നടക്കുമ്പോൾ തീർച്ചയായും അത് ഒരു തീപാറിയ പോരാട്ടമായി മാറും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ മണ്ഡലങ്ങളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ വടകര എന്ന മണ്ഡലം കൂടി എത്തുന്നത്. അവിടെ K മുരളീധരനും P ജയരാജനും തമ്മിലുള്ള മത്സരം. എന്തായാലും അവിടെ BJP കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമോ എന്ന കാര്യമെല്ലാം വ്യക്തമാവുന്നതേയുള്ളൂ. എന്തായാലും വടകരയിലെ മത്സരം തീപാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും സതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ UDF പട്ടിക പുറത്തു വരുമ്പോൾ മത്സരം കടുക്കും എന്ന് തന്നെ വ്യക്തമാവുന്നു പലയിടങ്ങളിലും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് വടകരയാണ്. വടകരയിലേക്ക് K മുരളീധരൻ വരുന്നതോടുകൂടി നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അല്പം സമയം മുമ്പായിരുന്നു മുരളീധരൻ വരുമെന്ന വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ തന്നെ വന്ന അണികളുടെ ആവേശം അത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതിനോടുകൂടി ബാക്കിയുള്ള ഇടങ്ങളിലേക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂടുന്നു എന്നുള്ളത് വലിയ കാര്യം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളുമായിരുന്നു. ഒരു നിർണായക തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലേ, ഗൃഹപാഠം പോലും ചെയ്തില്ലേ വിവിധ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തുടങ്ങിയ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഒരുപക്ഷെ അണികൾ പോലും ചോദിച്ചു തുടങ്ങിയ ഒരു സമയത്താണ് ശക്തമായ മറുപടിയുമായി തീരുമാനമെടുക്കാൻ കഴിയും എന്ന മറുപടിയുമായി വരുന്നത്. അതിൽ തന്നെ സ്വയം ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വന്ന മുരളീധരൻ ഈ ഘട്ടത്തിൽ താരമായി നിൽക്കുകയും ചെയ്യുന്നു. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.